രാവിലത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നൊരു പുതിയ സ്റ്റൈലാണ്. ഓട്സ് നനച്ചത് ആദ്യം വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അരിയുടെ പുട്ടുപൊടി ഒരു ഗ്ലാസ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ നനച്ച് വെച്ചിരിക്കുകയാണ്. അത് അരമണിക്കൂർ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സവാള അരിഞ്ഞത്, പിന്നെ അരമുറി തേങ്ങ, ശകലം ക്യാരറ്റ്, കുറച്ച് ക്യാരറ്റ് നമ്മൾ ചുമ്മാ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഇത് രാവിലെ നല്ല രുചിയാണ്. കുറച്ചേ ഉള്ളൂ. ക്യാരറ്റ് ഒരു അരമുറി പൊടി. പിന്നെ വേണ്ടിയവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ച് ചേർക്കാം. ഇത് തേങ്ങ, ഒരു സവാള, കുറച്ച് ക്യാരറ്റിൻ്റെ പകുതി ചീകിയിട്ടത്, പിന്നെ ലേശം ജീരകപ്പൊടി, ശകലം ജീരകപ്പൊടി ടേസ്റ്റിന് പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഈ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിക്കകത്ത് ഇത് ചേർക്കുക. എന്നിട്ടത് നമ്മൾ നിർത്തിക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. എല്ലാം ഉണ്ട്. കട്ട പിടിച്ച് കൊടുത്ത് ഇനി ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങാൻ വെക്കുവാണ്. ഇഡ്ഡലി പാത്രത്തിലാകുമ്പോൾ നല്ലപോലെ ഇരുന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് വേകുമ്പം നല്ലതാണ്. ഇങ്ങനെ അടച്ചിട്ട് വേവിക്കുവാണെങ്കിൽ മറ്റേ ചില്ലി വെച്ച് പുഴുങ്ങുന്നതിനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നതിന് ഏറ്റവും. മക്കളെ, നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി. കണ്ടോ? സൂപ്പറാണ്. രാവിലത്തെ ഫുഡൊക്കെ നല്ലതുവാ. പിള്ളേർക്കും നല്ലതാ, വലിയവർക്കും നല്ലതാ. കഴിക്കുന്നവർക്ക് ഷുഗറിന് പ്രഷറിന് ഒക്കെ ഏറ്റവും എണ്ണയൊന്നും ചേരാത്ത സാധനമല്ലേ. കാരണം ഇതിനകത്ത് ഓയിലൊന്നും ചേരുന്നില്ലല്ലോ. എന്തു ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്. സൂപ്പർ. നിങ്ങളും നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.